ഹലോ, എല്ലാവർക്കും ഫുഡ് ഫിയസ്റ്റയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു നാടൻ കറിയാണ്. ഇതിൻ്റെ പേര് മത്തിയും കായും എന്നാണ്. അപ്പോൾ ഇത് കണ്ണൂർ ഭാഗങ്ങളിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ 2 ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിക്കാം. സോ ഇതിപ്പോൾ കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ കഴുകിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഏത്തക്കായ കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കറയൊക്കെ പോയി കിട്ടും. ഇപ്പം നമ്മൾ ഏത്തക്കായൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇതിലോട്ട് നമുക്കൊരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ പകുതി വേവുന്ന വരെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു 1/2 മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 1 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പം അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഈ ഒരു ചതച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് മത്തിയാണ്. ഇവിടെ ഒരു 5-6 കഷ്ണം മത്തി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പകുതി ഈ ഏത്തക്കായ വെന്തതിന് ശേഷം നമുക്കിതിലോട്ട് മത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കായൊക്കെ കുറച്ചൊരു ഏകദേശം പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം മത്തി വേവാൻ വലിയ ടൈമില്ല, ഒരു 5-7 മിനിറ്റിനുള്ളിൽ തന്നെ അത് വെന്ത് കിട്ടും. ഇപ്പം നമ്മൾ മത്തി വെന്തിട്ടുണ്ട്. ഈ മത്തി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ഈ മത്തിയുടെ മുള്ള ആവശ്യമില്ല, ഇതിൻ്റെ ഇറച്ചി മാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുള്ള് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ കായ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഈ മത്തി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. മുള്ളൊക്കെ കളഞ്ഞ മത്തി. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങയുടെ അരപ്പ് ഒന്ന് ആഡ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലിപ്പോൾ വെള്ളം കുറവാണ്, അപ്പം നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സോ 5 മിനിറ്റിന് ശേഷം ഏകദേശം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അല്പം കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോ കറി ഓൾമോസ്റ്റ് റെഡിയായി. നിങ്ങൾക്ക് ഉപ്പ് എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ നാടൻ മത്തിയും കായും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. തീർച്ചയായും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പിയെ നമുക്ക് വീണ്ടും കാണാം. നന്ദി.